ഹലോ, വെൽക്കം ടു ഷാഹി ഇഫക്റ്റ്. അമ്പൂരി, മലയോര പട്ടണമായ അമ്പൂരിയിലെ നമ്മൾ അപ്പുറം കാണുന്നത് എന്താണ്? വനമേഖലയാണ്. അവിടേക്കുള്ള പാലം. ഈ പാലം കടന്നു വേണം അപ്പുറം പോകാൻ. നേരത്തെ ഈ പാലം ഇല്ലായിരുന്നു. ഇപ്പോൾ ഈ പാലത്തിൻ്റെ കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്. താഴെ നമുക്ക് കുമ്പിച്ചൽ പാലം കണ്ടേച്ച് വരാം. ഇതാണ് കുമ്പിച്ചൽ പാലം. നേരെ പോയി കഴിഞ്ഞാൽ അവിടെ ജനവാസമുള്ളതാണ്. കാരണം നേരത്തെ കടവ് ഇങ്ങനെ വള്ളം വഴി പോയിക്കൊള്ളി ഒരുപാട് യാത്രാ ദുരിതമൊക്കെ ഉണ്ടായിരുന്ന ഒരു നാടായിരുന്നു. ഇപ്പോൾ ഈ പാലം വന്നപ്പോൾ ദാണ്ടെ അവർ ജനവാസം ഉണ്ട്. അവരിങ്ങനെ അവിടെ നാട്ടുകാരൊക്കെ ഇങ്ങനെ നടന്ന് പോകുന്നുണ്ട്. അപ്പോൾ ഈ പഴയ സ്ഥിതി ഒന്ന് കണ്ടേച്ചും വരാം. നമ്മൾ കാണുമ്പോൾ ചെറുതായിട്ട് പാലം തോന്നുമെങ്കിലും സംഗതി ഉഗ്രം പാലമാണ്. കാരണം നല്ല പില്ലറൊക്കെ കട്ടയ്ക്ക് വെച്ചിട്ടുണ്ട്. പണി പുരോഗമിക്കുന്നു. ഇവിടെ നേരത്തെ കണ്ട ബോട്ട് സർവീസ് ആയിരുന്നു. അവിടെ ഒരു കുരിശടി കാണാം, ഒരു പള്ളി. ഇതിനു മുന്നേ നമ്മളിവിടെ വന്നിട്ട് ഇവിടെ ഇങ്ങനെ ആയിരുന്നില്ല. ഒരു കുന്ന് ഒക്കെ ആയിരുന്നേ. ഇതിനു മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. എന്നാണ് അങ്ങനെ പ്രകൃതി രമണീയമായ കുമ്പിച്ചൽ കടവ്. അവിടെ കാണുന്നത് ഒരു എന്താണ്, ഒരു കുരിശടിയാണ്. അത് അപ്പുറത്ത് സ്ഥലമായി. ആ സ്ഥലത്തിൻ്റെ പേര് എന്താണ്? പറത്തിപ്പാലം. തമിഴ്നാടല്ലേ ഇത്? അപ്പുറം തമിഴ്നാട്. യെസ്, അപ്പുറം തമിഴ്നാടാണ്. ഇതാണ് ഇവിടുന്ന് നമ്മളെ ഈ ഒരു പാലമല്ലേ. ഇതിങ്ങനെ കയറി 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 ഇതിങ്ങനെ പോയാൽ അവിടെ ചെന്ന് കയറാം. പഴയ ഇതേ സെറ്റപ്പൊക്കെ. കണ്ട മല കണ്ട. നല്ല കാറ്റുണ്ട്. കാറ്റടിക്കുമ്പോൾ എന്ത് ഭംഗിയെന്നറിയാം. ഇത് കൊച്ചു ഐലൻഡ് പോലെ ഉണ്ടത്. അപ്പോൾ ഇതാണ് കുമ്പിച്ചൽ കടവ് വിശേഷങ്ങൾ. അങ്ങനെ രണ്ട് സ്ഥലങ്ങളെ കൂട്ടിയോജിപ്പിച്ച് കുറേ ആൾക്കാർ താമസിക്കുന്നുണ്ട്. അവർക്ക് ഒരു വലിയ അനുഗ്രഹമായി പാലം. പാലത്തിൻ്റെ താഴെ കണ്ടതുകൊണ്ട് മേലെ കയറി ആ പാലം ഒന്ന് കണ്ടേച്ചും വരാം. ഓക്കെ, ഇതാണ് കുമ്പിച്ചക്കടവ് പാലം. പണി നടക്കുന്നുണ്ട്. ചെറിയ അറ്റകുറ്റ പണികളൊക്കെ ഒരു സൈഡിൽ കൂടെ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ പാലം കയറിയിട്ടുണ്ട്. പാലത്തിന് മുകളിൽ നിന്നുള്ള ദൃശ്യമാണ്. പാലത്തിൻ്റെ മുകളിൽ കയറി തന്നെ. ഇതാണ് ആ പാലം. ഇത് അതവിടെ പോയി കണക്റ്റ് ആവും. നമ്മൾ പാലത്തിൻ്റെ മേളിൽ കയറിയിട്ടുള്ള സീൻസാണിത്. അവിടെ ഇങ്ങനെ സൂര്യൻ അസ്തമിക്കാറായിട്ടുണ്ട്. ഷെയ്ഡാണ്. അപ്പോൾ സൂര്യപ്രകാശം അടിച്ചാൽ ഷെയ്ഡ്. പിന്നെ വന്നു താഴ്ന്നു കണ്ടില്ല, ഐലൻഡ് പോലത്തെ. നമ്മുടെ കേരളത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. എവിടെ പോയാലും ഈ ഐറ്റംസ് എവിടെയും കാണും. ഇതില്ലാത്തൊരു പരിപാടിയില്ല. മിക്കവാറും എൻ്റെ വീഡിയോയിൽ ഈ ഐറ്റംസ് ഉണ്ട്. എത്ര കുടുംബം മുകളിൽ? 1000 കുടുംബം അവിടെ താമസിക്കുന്നുണ്ട് അല്ലേ? ഇത്
അപ്പോൾ വർഷങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ താമസം എത്ര വർഷങ്ങളായ? എനിക്കിപ്പോൾ 25 വർഷമായി. 25 വർഷം അപ്പനമ്മയൊക്കെ ഇവിടെ തന്നെയായിരുന്നല്ലേ? അച്ഛനിപ്പോൾ ഒരു 55 വയസ്സൊക്കെ ആയി. അവർ കുടിയേറിയതാണോ അതോ പണ്ട് ഇവിടെ ഉള്ളതാണ്? അല്ല, ഇവിടെ ഫുള്ള് കുടിയേറിയതല്ലേ. കുടിയേറിയാണ്. അമ്പൂരി ഫുള്ളും അങ്ങനെയല്ല. അങ്ങനെ അന്ന് കുടിയേറിയ ആൾക്കാരാണല്ലേ? അമ്പൂരിലിപ്പം കുടിയേറി വന്നില്ലേ? മനസ്സിലായി. പാല ചങ്ങന ആ സമയത്തുള്ളതാണ്. അപ്പൊ അന്ന് ഈ കടത്തേ ഉണ്ടായിരുന്നുള്ളൂ അല്ലേ? പാലം ഇല്ലായിരുന്നു. റൈറ്റ്. അപ്പൊ ഇപ്പൊ ഒരുപാട് ഗുണമായില്ലേ? ഒരുപാട് വേറെ എന്തെങ്കിലും സ്കൂളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും വേറെ ഇത് കുന്നത്തുമല എന്നൊരു സ്ഥലമുണ്ട്. കുന്നത്തുമല അല്ലേ? അപ്പുറത്ത് കുന്നത്തുമലയുണ്ട്. അല്ലാതെ കുരുവിമലയുണ്ട്. അവിടെ സ്കൂളുണ്ട്. അവിടെ സ്കൂളുണ്ട്. ഈ സ്കൂളുണ്ടല്ലേ? ഓക്കെ സ്കൂളുണ്ട്. അപ്പൊ ഇലക്ഷനൊക്കെ വരുമ്പോ ഇവിടെ ബൂത്തുണ്ടോ? ബൂത്തുണ്ട്. അവിടെ തൊട്ട് ഇവിടെ മണ്ടേ അവിടെ കമ്മ്യൂണിറ്റി ഹാളുണ്ട്. അവിടെ കമ്മ്യൂണിറ്റി ബൂത്തുണ്ട്. അല്ലാതെ പൊരിമല ഒരു ബൂത്തുണ്ട്. പൊരിമല ബൂത്തുണ്ട് അല്ലേ? പാർലമെന്റ് ഇലക്ഷനൊക്കെ പാർലമെന്റ് ഇലക്ഷന് മായം പോകണം. അല്ലാണ്ട് ലോക്കൽ ഇലക്ഷൻ, പഞ്ചായത്ത് ഇലക്ഷന് അവിടെ ബൂത്തുണ്ട് അല്ലേ? അതൊരു വലിയ അനുഗ്രഹമായില്ലേ? അനുഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാലേ, പിന്നെ ഒരു 10-40 വർഷം കൊണ്ട് ഇവിടെ ഉള്ളവരൊക്കെ പാടുപെട്ട് ഒരു വെള്ളം ഉണ്ടായിരുന്നു. അത് ഒരു മാസത്തിൽ 2 പ്രാവശ്യമൊക്കെ നന്നാക്കാണ്ട് വരും. അങ്ങനെ പിന്നെ നിങ്ങളെങ്ങനെ ഇവിടെ ഒന്ന് പറ്റിയത്? ഞങ്ങൾ നേരത്തെ ഇവിടെ താമസമാണ്. എന്റെ അപ്പനോ കുടിയേറിയവരല്ലേ? ഞങ്ങൾ തൊടുപുഴയിൽ ഇവിടെ വന്നു. തൊടുപുഴയിൽ നിന്ന് കുടിയേറിയ ആൾക്കാരാണ്. ഒരു പാടേ 10 അങ്ങോട്ട് ബൈക്കിൽ പോയി. ബൈക്കില് ഞങ്ങള് പണ്ടേ യാസിഫിക്കാരന്റെ ബൈക്കിൽ പോയി. ഞങ്ങൾ ഇവിടുന്ന് പണ്ട് ഞങ്ങളുടെ അപ്പനൊക്കെ ഇടുക്കി മേലുകാവ് അവിടെ നിന്ന് കുടിയേറിയ ആൾക്കാർ ഇവിടെ വന്ന് താമസമായതാണ്. അപ്പൊ അവരുടെയൊക്കെ മക്കളാണ് ഞങ്ങള്. അപ്പൊ എത്ര തലമുറയായി? ഇപ്പൊ 3-4 തലമുറയായി. 3-4 തലമുറയായി. അങ്ങനെയാണ് ഞങ്ങൾ താമസമായത്. ഇത് വലിയ അനുഗ്രഹമല്ലേ? ഈ പാലം ഉള്ളതുകൊണ്ട് ഇപ്പൊ ഇതിന് വന്നുകൊണ്ട് വളരെ ഒരു ഉപകാരമായി. അപ്പൊ ഞാൻ സ്കൂളിൽ പിള്ളേർ ഇവിടുന്ന് ഒരു 10-50 പിള്ളേർ മിച്ചമുണ്ട് രാവിലെ സ്കൂളിൽ പോകാനായിട്ട്. അതുവഴി ഒരു ബസ് വന്നോണ്ടിരുന്നു. റോഡ് മോശമായോണ്ട് ഇപ്പൊ അതിലെ ബസ്സില്ല. അപ്പൊ അതുകൊണ്ട് ഇവിടുന്ന് പിള്ളേരെ കൊണ്ടുവന്ന് അവിടെ വിടുമ്പോഴത്തേന് ഇവിടെ പിള്ളേർക്ക് അവിടെ വരെ വരും ബസ്. പിള്ളേർക്ക് ഇവിടുന്ന് മുന്നോട്ട് വന്നു പോകും. ആ റോഡ് മോശമായി കിടക്കുകയാണ്. അപ്പൊ ഇത് തീർന്ന രക്ഷപ്പെട്ടു. അപ്പൊ അവിടെ നിന്ന് പൊരുമല, തെന്മല, അവിടെ നിന്ന് ഇങ്ങോട്ട് റോഡ് പണിത് വരുന്നുണ്ട്. തെന്മല അവിടെ നിന്ന് ഇങ്ങോട്ട് റോഡ് പണിത് വരുന്നു. അത് ഇവിടെ കൊണ്ട് പൊട്ടിക്കും. ഇവിടെ നിന്നിട്ട് അത് ചാക്കപ്പാറ വഴി അങ്ങ് പിന്നെ ആനക്കുളം വഴി അങ്ങ് ആറാണി വഴി കൂട്ടപ്പൂല് അങ്ങനെ പോകാനുള്ള പദ്ധതിയാണ്. എന്തുകൊണ്ട് അടിപൊളിയാണ് ഈ പാലം? പാലം അടിപൊളിയാണ്. ഇത് കിട്ടിയത് വളരെ ഉപകാരം. ഇതിപ്പോ അല്ലെങ്കിൽ നമ്മളെ ഒരു വെള്ളത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ ഇവിടെ ഒരു 1 മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ നിൽക്കണം. ഒരു 10 പേരൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ വെള്ളം എടുത്തുകൊണ്ട് വരുവുള്ളൂ. ഒറ്റയ്ക്ക് ആശുപത്രി കേസൊക്കെ ആണെങ്കിൽ ബുദ്ധിമുട്ടാണ്. അങ്ങനെയൊക്കെ തന്നെ പണ്ടത്തെ ആൾക്കാരൊക്കെ. പേരെന്തോന്ന്? എന്റെ പേര് ജോണി. അപ്പോ എല്ലാ ആശംസ. ശരി, നടക്കട്ടെ. ചേട്ടാ എവിടെ വരുന്നതാ? നമ്മൾ അടുത്താണ്. എവിടെയാ? കിളിയൂര്. എനിക്കൊരു ചാനലുണ്ട്, അതിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ശരി ഓക്കെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. കണ്ട, നമുക്ക് ഒന്നിച്ച് നടന്നാ പോയി വരാം. കാരണം ഇവിടെ നമ്മൾ റേഷൻ കടയുണ്ട്. കേരള സംസ്ഥാന പൊതു വിതരണ കേന്ദ്രം റേഷൻ കട. കണ്ട, ഇതിന് അങ്ങോട്ടൊരു വലിയ ഒരു സമൂഹം ജീവിക്കുന്ന സ്ഥലമാണ്. അപ്പം എന്ത് ഗുണമായി ആ പാലം. അപ്പോൾ എല്ലാ രാഷ്ട്രീയ സെറ്റപ്പൊക്കെ ഉണ്ട്. അവിടെ കമ്മ്യൂണിറ്റി ഹാള്, ജാഗ്രതാ സമിതി ഓഫീസ്, അമ്പൂരി ഗ്രാമപഞ്ചായത്തിൻ്റെ കമ്മ്യൂണിറ്റി ഹാള്. ഇത് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ജനവാസമായി. ഇത് വലിയ ഒരു പ്രദേശമായത്. അവിടെ ടെലിമെഡിസിൻ ക്ലിനിക് ഉണ്ട്, നിംസിൻ്റെ വക. 9 to 2 അല്ലേ? അപ്പോൾ വേണ്ട സെറ്റപ്പാണ്. പക്ഷേ ഒറ്റ വിഷയമുള്ളൂ, ഈ പറഞ്ഞതുപോലെ പാലം ക്രോസ് ചെയ്യേണ്ടിയിട്ട്. അടിപൊളി. അപ്പോൾ നമ്മൾ പാലം ക്രോസ് ചെയ്താണ് ഇപ്പുറത്തൊരു വലിയ സമൂഹത്തിലേക്ക് കയറിയത്. ഇതൊക്കെയാണ് കുമ്പിച്ചിക്കടവ് പാലത്തിൻ്റെ വിശേഷങ്ങൾ. പിന്നെ ഏതാണ്ട് ഇവിടെ എങ്ങനെ ഇത് കണ്ട അതിൻ്റെ ആ ഒരു കണക്കറിയണമെങ്കിൽ പ്രധാനമന്ത്രി ഗ്രാമ സഡക്ക് യോജന ചാക്കപ്പാറ പുറ്റവിമല റോഡ് നിർമ്മാണോദ്ഘാടനം 9/1/2020 വ്യാഴാഴ്ച. അടങ്കത്ത് ഒഴുക എത്ര? 7,99,50,000. 7,99,50,000. ഓക്കെ. ശ്രീ കെ ഹരീന്ദ്രൻ MLA, ORK നമ്മളെ മന്ത്രി. അപ്പോൾ ഇവരൊക്കെയായിരുന്നു. ഡോക്ടർ രേണുരാജ് IAS, സുരേഷ് കുമാർ പ്രസിഡന്റ് ജില്ലാ പഞ്ചായത്ത്, താണുപിള്ള, വത്സല രാജു, ഹൻസജ റസൽ, തോമസ് മംഗലശ്ശേരി, അമ്പിളി ടി പുത്തൂർ, അഖില ശിവു, വിനോദ് SP, മല്ലിക IM, ഹയർനിസ. അപ്പോൾ ഇത്രയും ആൾക്കാരുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു.
തുകയൊക്കെ ഇവിടെ വ്യക്തമായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും മത്സരിച്ചിട്ട് അതൊക്കെ ഇങ്ങനെ പ്രവറാ വെച്ചിട്ടുണ്ട്. വികസനം വരുമ്പോൾ അങ്ങനെയാണല്ലോ, എല്ലാവരും ഏറ്റുപിടിക്കും. അങ്ങനെയാണ്. എന്തായാലും മതസൗഹാർദ്ദത്തിൻ്റെ ഒരു നാട് കൂടെയാണ് എന്നത് അത് പോസ്റ്ററാണ് മാറിയ. അതാണ് കളി. ഈ കാണുന്ന അമല ഇനി അതിൻ്റെ പൊക്കത്തൊക്കെ കയറണമെങ്കിൽ റിസ്ക്കാണ്. സംഗതി ഇപ്പോൾ വൈകുന്നേരം പോയി. അപ്പോൾ വെയിൽ കുറഞ്ഞിട്ടുണ്ട്. പിന്നെ ഏതാണ്ട് ഈ പരി കയറി പോയാൽ കുറേ പ്രദേശങ്ങൾ താണ്ട ഇവിടെയാണ് ജനവാസ കേന്ദ്രം. അപ്പോൾ ഈ റോഡെന്ന് പറഞ്ഞാൽ കാരണം അവർ പറഞ്ഞത് ഇതുവഴി നേരെ പോയാൽ തെന്മല അല്ലേ, എന്തോ പൊരിമല തെന്മല റൂട്ടാണത്. ആകെ ഇത് ആറുകാണി ചെന്ന് കയറി റോഡ് കണക്ടിവിറ്റി ഉണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കണക്ടിവിറ്റിയുള്ള റോഡാണ്. അതുവഴി നേരെ നെടുമ്പങ്ങാട് പിടിക്കാം. അപ്പോൾ എന്ത് ഉപകാരപ്രദമായി ആ പാലം എന്നതാണ് ഇവിടുത്തെ ആ ഒരു ചോദ്യം. ഫാന്റാസ്റ്റിക്. പിള്ളേരൊക്കെ തന്നെ പാലം പണി നടക്കുന്നുണ്ട്. ഇവിടുത്തെ കുട്ടികളൊക്കെ ഇങ്ങനെ അവർ വൈകുന്നേരത്തെ കളികളിലൊക്കെ അങ്ങനെ ആസ്വദിച്ച് കിടക്കുന്നുണ്ട്. ഇതേ ഞാൻ നേരത്തെ അപ്പുറം നിന്നാണ് ആ പാലത്ത് നിന്നാണ് വീഡിയോ എടുത്തത്. ഞാൻ കറങ്ങി തിരിഞ്ഞ് ഇങ്ങെത്തി. എന്താ ആ ഐലൻഡ് എന്ന് പറഞ്ഞ സ്ഥലമല്ലേ, ഇതേ അതാണ്. ഇവിടെ നിന്ന് നമ്മളിങ്ങനെ കറങ്ങി തിരിഞ്ഞെത്തി. അവിടെ ഒരു കുരിശടി ഞാൻ തുടക്കത്തിൽ കാണിച്ചല്ലേ, ആ കുരിശടി അതിങ്ങെത്തി. ഇതാണ്ട് അവിടെ നിന്ന് ഞാനിങ്ങനെ കറങ്ങി തിരിഞ്ഞ് ഇവിടെ എത്തി. ഇവിടെ ജനവാസം ഉണ്ടുണ്ട്. അവിടെയൊക്കെ ഇത് റോഡാണ്. ഇതുവഴി നേരെ പോയാൽ ദേ ഒരു കുഞ്ഞ് വീട്ടിൽ പോകണമാണ്. അതാ ഇതുവഴി ദേ ഒരു റൈറ്റ് ആ കുഞ്ഞ് ദേ എൻ്റെ വീട്ടിൽ പോകണം. അല്ല അപ്പോൾ അടിപൊളി സ്ഥലമാണ്. പിന്നെ ഇതുവരെ രസം കഴിക്കണ്ടേ, അവിടെ നമ്മളെ കൊതുമ്പ് വെള്ളം ദേ കിടക്കണം. കൊതുമ്പ് വെള്ളം കണ്ട, കൊതുമ്പ് വെള്ളം കൊണ്ട് ആ കുഞ്ഞിതേ അവൻ്റെ വീട്ടിലോട്ട് പോകണം. ശരി, ആ ഒരു ഗ്രാമാന്തരീക്ഷവും ശരിക്കും ആ ഒരു സിനിക് ബ്യൂട്ടി എന്നൊക്കെ പറഞ്ഞാൽ സമ്മതിച്ചേ പറ്റും. ഇതാരാണ് ത്രേസമ്മ, അവിടെ ഒരു പുണ്യാളത്തി ഉണ്ടല്ലോ, അൽഫോൺസ് അമ്മയുടെ കുരിശടിയാണ്. അപ്പോൾ നമ്മൾ ആ കുരിശടിയുടെ അകത്ത് കയറി. തുടക്കത്തിൽ ഞാനിതേ അവിടെ കാണില്ലേ, അവിടെ നിന്നാണ് ആ പൊസിഷൻ എടുത്തത്. ജസ്റ്റ് ഓപ്പോസിറ്റ് ചെയ്യുന്നത് വന്നു ആ കുരിശടിയുടെ വന്നിട്ട് തിരിച്ച് അങ്ങോട്ട് കാണിക്കുവാണ്. ഇതാണ് അവിടുത്തെ. എങ്ങനെയുണ്ട്? സുഖാണ്. സൂര്യാസ്തമനമൊക്കെ സൂപ്പർബായിട്ട്. കൊച്ചിന് ഇവിടെ വന്നിട്ട് കാലത്രയായി? 50-ലധികം ആയി അല്ലേ? എവിടുന്ന് കൂടി കയറിയത്? തൊടുപുഴ? പാറശാല ഇവിടെ അടുത്തുനിന്നാണ്. നിങ്ങൾ വാങ്ങിയതാണല്ലേ? ഓക്കെ. ബാക്കിയുള്ളവരൊക്കെ അവിടെ നിന്ന് കൂടി കയറിയല്ലേ? പാല. അവരിൽ നിന്ന് മേടിച്ചാണല്ലേ? ഇവിടെ കൃഷിയുണ്ട്. എന്താണ് പരിപാടി ഇവിടെ? ഓ അങ്ങനെ. ബാക്കി ഇവിടുത്തെ വേറെ ജോലിക്ക് പോകും? എങ്ങനെയാണ്? എന്ത് കൃഷിയുണ്ടോ അതിൻ്റെ അകത്ത്? റബ്ബർ മാത്രമേ ഉള്ളൂ അല്ലേ? തെങ്ങ് കൂടുതൽ റബ്ബറാണല്ലേ? റബ്ബറിന്റെ ഏരിയ ആണ്. ഓ അങ്ങനെ. അപ്പൊ നന്ദി, ശരി, കാണാം. കഴിഞ്ഞ ആഴ്ച കുറച്ച് പേര് വന്നു. അതല്ലേ? ഇവിടെ പണ്ടേ ഉണ്ടോ? പണ്ടേ അല്ല, ഇപ്പോഴും പാലം വന്നേ. അല്ല, നിങ്ങൾ ഇവിടെ താമസക്കാരനാണോ? അവിടെ താമസിക്കാനല്ലേ? ഓക്കെ. നേരെ പാലത്തിന് തുടക്കത്തിൽ. ഓ, എത്ര അല്ലേ ഇവിടെ താമസം തുടങ്ങിയിട്ട്? ഇവിടെ തുടങ്ങിയിട്ട് ഒരു 40-40 കൊല്ലം. ഇവിടുത്തെ ഈ നാട്ടുകാരനാണോ വന്നു കയറിയ? ഞാൻ തമിഴ്നാട്ടിലായിരുന്നു. തമിഴ്നാട്ടിൽ തന്നെ പെണ്ണ് കെട്ടിയത് ഇവിടെ. ഓ, ഇവിടെ സംബന്ധിച്ച് ഇവിടെ അങ്ങ് സെറ്റിലായതാണല്ലേ? അപ്പോൾ ശരി. ആൾക്കാരെ പ്രായം വെച്ചിട്ടറിയാം എത്ര കാലം മുന്നെയാണ് അവരിവിടെ വന്നതെന്ന്. ഒരു തലമുറ മുന്നേ ഉള്ള ആൾക്കാരിവിടെ ഒന്ന് കുടിയേറിയതാണ്. തമിഴ്നാട്ടിൽ നിന്നും പാലയിൽ നിന്നൊക്കെ ആ ഒരു തലമുറയാണ് ഈ കടന്നു പോകുന്നത്. ഈ പാലം വരുന്നതിന് മുന്നേ അതുവഴി, അതാണ് ആ സ്റ്റെപ്പ് കണ്ടില്ലേ, അതുവഴിയാണ് ഇവരിങ്ങനെ യാത്ര ചെയ്തിരുന്നത്. കുമ്പിച്ചൽ കടവ് പാലത്തിലെ വിശേഷങ്ങളാണ് നമ്മൾ ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്നത്. എന്തായാലും എനിക്ക് നല്ല ഇഷ്ടപ്പെടും. നല്ല ശരിക്കും പറഞ്ഞാൽ ആ ഒരു പ്രകൃതി രമണീയമായ ആ കാഴ്ച എന്നെ വല്ലാതെ ആകർഷിച്ചു. വീണ്ടും ഞാൻ വരും. കാരണം ഞാൻ ഇച്ചിരി അപ്പുറത്താണ് താമസം, വിളറണം.
അപ്പോൾ അവിടെ നിന്നൊരു ഒരു 5-10 കിലോമീറ്റർ അകത്തേ ഉള്ളൂ. അപ്പോൾ പ്രകൃതി സ്നേഹികൾക്ക് എപ്പോഴും ഈ പാലമെന്ന് കാണാം. വളരെ 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 ഭംഗിയാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ ഏവർക്കും ഷാഹി ഇഫക്റ്റിൻ്റെ